എവിടെ നോക്കിയാലും മാമ്പഴ തൈകൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് ഡിസ്ട്രിക്റ്റിലെ മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തിനോട് ചാരിയിട്ട് പാൽമനീർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ബംഗുരുപാളയം എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് വലിയൊരു തക്കാളി മാർക്കറ്റൊക്കെ പലമനീർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റാണ് മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് സാമ്യം പിടിക്കുന്ന രീതിയിലാണ് പലമനീർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ തക്കാളി മാർക്കറ്റും. ബംഗുരുപാളയം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും 3 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ചുറ്റുപാടും മലനിരകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഏരിയയിലായിട്ട് ഗുബ്ബ പോലത്തെ ഒരു മതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഖബർസ്ഥാനി ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. മുന്നിലേക്ക് വന്നപ്പോൾ ബംഗുരുപാളയം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്കായിട്ടുള്ള ഒരു എൻട്രൻസ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. വൈറ്റ് നിറത്തിലാണ് അതിൻ്റെ ആ ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പല ഏരിയയിലും ആ ഒരു ദേവി ദേവന്മാരുടെ ഫോട്ടോസൊക്കെ വിവിധ നിറങ്ങളിൽ നൽകുമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. കാണുന്നത് ബൈപ്പാസ് റോഡാണ്. അവിടെ നിന്നുമാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു ചെറിയ ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതികളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ബംഗുരുപാളയം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കർണാടകയുമായിട്ടും അതുപോലെ തമിഴ്നാടുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന പല ഏരിയകളും നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാടിനോട് ടച്ചിങ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ. ഇവിടെ കൂടുതലായും ഉപയോഗിക്കുന്നത് തെലുങ്കു ആണെങ്കിലും തമിഴും ഹിന്ദിയും ഇവിടുത്തുകാർക്ക് സുലഭമായി സംസാരിക്കാൻ അറിയും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഹിന്ദിയിലൂടെയാണ് എന്നുള്ളതും വേറൊരു വ്യത്യസ്തമാണ്. 10 മണിയോട് അടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി ചായ കുടിച്ചിട്ടാകാം യാത്ര. മുന്നിൽ കണ്ട ഒരു ചായക്കടയാണ്. മനോഹരമായിട്ടുണ്ട് ഇതിന്റെ ഒരു ഡിസൈനിങ്. ഒരു സിപ്പ് അടിച്ച ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ള ചായ ആയതുകൊണ്ട് തന്നെ 3 ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ നിന്നും കഴിച്ചത്. ഇവിടെ സമൂസ കിട്ടുന്നുണ്ട്. സമൂസയും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ 6 സമൂസയും ഞാൻ കഴിച്ചു. 3 സമൂസയ്ക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഉള്ളിൽ തണുപ്പാണ് ഈ സമയത്ത്. തണുപ്പ് അങ്ങോട്ട് വിട്ടിട്ടില്ല. പക്ഷെ പുറമെ നിന്നും സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഇളം ചൂട് വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാമ്പഴത്തോട്ടങ്ങളുടെ ഒരു പൂക്കാലം. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ തെറ്റിച്ചുകൊണ്ടാണ് ഈ ഒരു കടയുടെ രൂപകൽപ്പന. വളരെ വൃത്തിയായിട്ടുള്ള സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദേവി ദേവന്മാരുടെ പടങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ സമൂസയാണ് ഞാൻ എടുത്ത് കഴിച്ചത്. വളരെ രുചികരമായിരുന്നു സമൂസ. ഒരു ഫാമിലി നടത്തുന്ന കടയാണ്. ബംഗുരുപാളയം എന്ന് പറയുന്ന ടൗണിന്റെ വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയ ടൗണ് എങ്കിലും മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലത്തെ ആ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഹോൾസെയിൽ കടകളൊക്കെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബൈപ്പാസ് ഇതിനെ റൗണ്ടിങ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഈ ഒരു ടൗണിലേക്ക് ഇവിടെ ഉള്ള ആളുകൾ മാത്രമേ എത്തിപ്പെടുന്നതായിട്ടുള്ളൂ. പുറമെ നിന്നും ആളുകളൊന്നും ഈ ഒരു ഏരിയയിലേക്ക് വരുന്നതായിട്ട് ഇല്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചു. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ അടച്ചു കിടക്കുന്ന ഒരു മാമ്പഴ മാർക്കറ്റാണ് ഈ കാണുന്നത്. മാമ്പഴ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇനി ഒന്ന് പ്രവേശിച്ച് നോക്കാം. നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാമ്പഴക്കാലത്ത് മാത്രം തുറക്കുന്ന ഒരു മാമ്പഴ മാർക്കറ്റാണ് എന്നുള്ളത്. കാണുന്ന റോഡ് ചിറ്റൂർ ബൈപ്പാസിലേക്ക് കയറുന്നതാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ പുളിമരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. തേങ്ങ പൊളിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ തേങ്ങ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലത്തെ മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചുവപ്പ് നിറത്തിലുള്ള മണ്ണ്. പക്ഷേ നമ്മുടെ നാട്ടിലും മാമ്പഴ കൃഷി വളരെ അനുയോജ്യമായിരിക്കുമല്ലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത്. അവിടെ ഓല മുടയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓല വെച്ചിട്ടൊക്കെ ഇവിടെ ഒരുപാട് ഷെഡുകളൊക്കെ നിർമ്മിക്കുന്നത് കൊണ്ടായിരിക്കാം അവിടങ്ങളിലൊക്കെ തന്നെ ചെറിയ ബിൽഡിങ്, ഓരോ സെറ്റ് റൂമിലും ഓരോ വിവിധതരം കടകൾ, ബജാജിന്റെ ഒരു ബൈക്ക് വിൽക്കുന്ന ഷോപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ായിട്ട് ഒരു പാർക്ക് പോലത്തെ എന്തോ ഒരു ബിൽഡിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റുപാട് നോക്കുമ്പോൾ പുളിമരങ്ങളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കടന്നതും വിജനമായിട്ടുള്ള ഒരുപാട് റൂമുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു മാർക്കറ്റ്, അടാർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചെല്ലുന്ന എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗം. അപ്പുറത്തായിട്ട് ഇറങ്ങാനായിട്ടുള്ള വേറൊരു കവാടവും നമുക്ക് കാണാൻ സാധിക്കും. കയറി ചെല്ലുന്ന ഈ ഒരു ഭാഗം ഇത്രത്തോളം വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. ഒരു സ്കെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഉള്ളിലേക്ക് കടക്കുന്തോറും ഒരുപാട് കെട്ടിടങ്ങളാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. മാമ്പഴ സീസൺ കഴിഞ്ഞാൽ പിന്നീട് ഇവർ തേങ്ങ ബിസിനസ്സിലേക്കാണ് കടക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പല ഏരിയയിലും തേങ്ങയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളും കയറ്റി ഇറക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. മാർക്കറ്റിന്റെ ഈ ഒരു വിജനമായ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്.
പല ഏരിയയിലും ആളുകൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇറങ്ങാനായിട്ടുള്ള കവാടം എന്നെനിക്ക് മനസ്സിലായി. മാമ്പഴക്കാലം വരുമ്പോൾ മാത്രം തുറക്കുന്ന മാർക്കറ്റ്. എന്താലേ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സ്ഥലം എന്തിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാനിങ്ങനെ വിലയിരുത്തുന്നത്. കൊള്ളാം, മാർക്കറ്റിന്റെ വലിപ്പം കണ്ടിട്ടാണ് ഞാനിങ്ങനെ നെട്ടിത്തരിച്ച് ഇതിലൂടെ നടക്കുന്നത്. എല്ലാം തന്നെ വിജനമായിട്ടാണ് കിടക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ചിറ്റൂരിനെ പറ്റിയിട്ടൊക്കെ ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. കർഷക സമൃദ്ധിയുടെ നാട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മാമ്പഴത്തോപ്പുകളാണ് എവിടെ പോയാലും കാണാൻ സാധിക്കുന്നത്. ഒരു വശത്തായി കാണുന്ന കെട്ടിടം അരിഗോഡൗണാണ് എന്നുള്ളത് മനസ്സിലായി. ആ കാണുന്ന സ്ഥലത്ത് ട്രാക്ടറിൽ തേങ്ങ വന്ന് മറ്റൊരു വണ്ടിയിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ കടകൾ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ പുളി ഉണക്കാനിട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് ദൂരെ നിന്നും വ്യക്തമായിട്ട് മനസ്സിലായില്ല. പിന്നീട് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പുളിക്കുരുവാണ് എന്നുള്ളത്. പുളിയും ഈ ഒരു ഏരിയയിലെ ഒരു കൃഷിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. മിനിർ മാർക്കറ്റിൽ പുളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹോൾസെയിൽ കടകൾ നമ്മൾ കണ്ടതാണ്. പുളിയുടെയൊക്കെ സീസണാണ് ഇപ്പോൾ എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ പുളി ഇങ്ങനെ കൊഴിഞ്ഞാടി കിടക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ വിവിധതരം പുല്ലുകളൊക്കെ തന്നെ ഇങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട്. കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നീട് ഇത് ചതച്ചരച്ചിട്ടാണ് ഇവിടെ നിന്നും കൊണ്ടുപോവുക. ചാക്കിലോ അല്ലെങ്കിൽ ട്രാക്ടറിലോ ആക്കിയിട്ടാണ് കൊണ്ടുപോവുക. ചതച്ച് അരക്കുന്നതിന് വേണ്ടി ട്രാക്ടർ അതിൻ്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിച്ചിട്ട് പിന്നീട് അത് പൊടി പോലെ ആക്കിയെടുക്കും എന്നുള്ളതും മുന്നേ കണ്ടതാണ്. കൊള്ളാം, ഇവിടുത്തെ ക്ഷീരകർഷകരുടെ ഒരു ഐഡിയകളെ. നമ്മുടെ അവിടെയൊക്കെ പച്ചപ്പുല്ലാണല്ലോ കൊടുക്കാറ്. ഇതുപോലത്തെ ലാഭങ്ങളും ഇവർ നോക്കാറുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ കന്നുകാലികൾ ഇത് കൂടുതലായി കഴിക്കുന്നുണ്ടായിരിക്കാം. കാണുന്നതാണ് വെയിറ്റ് ബ്രിഡ്ജ്. എത്ര സാങ്കേതികപരമായിട്ടാണ് ഇതിനെല്ലാം നിർമ്മിച്ചെടുത്തിട്ടുള്ളത്, എത്ര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഗവൺമെൻറ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്നെല്ലാമാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്.